അനന്തരം 6-ാം മാസത്തിൽ ഗലീലിയായിൽ നസ്രത്ത് പട്ടണത്തിൽ ദാവീദ് വംശജനായ യോസേഫ് എന്ന് പേരുള്ള ഒരുവന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യയുടെ അടുക്കലേക്ക് ഗബ്രിയേൽ മാലാഖ ദിവസം നിന്നും അയക്കപ്പെട്ടു. ആ കന്യയുടെ നാമം മറിയാമെന്നായിരുന്നു. മാലാഖ അവളുടെ അടുക്കൽ വന്ന് അവളോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളെ, ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞു. അവൾ അവനെ കണ്ടിട്ട് അവചനം മൂലം പരിഭവിക്കുകയും ഈ സമാധാനം എന്താകുന്നെന്ന് വിചാരിക്കുകയും ചെയ്തു. മാലാഖ അവളോട് പറഞ്ഞു, മറിയാമേ, നീ ഭയപ്പെടേണ്ട, എന്തെന്നാ ദിവസത്തിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേര് വിളിക്കണം. അവൻ മഹാനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവമായ കർത്താവ് പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് കുലത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന് രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയാ മാലാഖയോട്, ഞാൻ പുരുഷൻ അറിഞ്ഞിട്ടില്ലാകിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. മാലാഖ ഉത്തരമായവളോട് പ്രകാരം പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു. അവൻ ദൈവത്തിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ഇതാ, അതിന്റെ ചാർച്ചക്കാരിയായ എലിശബ പോലും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ മറിയാം, ഇതാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. മാലാഖ അവളുടെ അടുക്കൽ നിന്ന് പോവുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ.